കിഫ്ബിയിൽ നിന്ന് 100 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ അരുംകുറ്റിയിലെ വടുതലയെയും പെരുമ്പളം ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. ചടങ്ങിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് പോകാം. എത്തിച്ചേരുകയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ്, മറ്റു മന്ത്രിമാർ, ജനപ്രതിനിധികൾ എല്ലാം പാലത്തിൻ്റെ അക്കരെ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം പാലത്തിൻ്റെ നാടമുറിച്ചു കൊണ്ടുള്ള പ്രവേശന കർമ്മം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെടുകയാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയും സംഘവും വാഹനങ്ങളുടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ സമ്മേളന വേദിയിലേക്കെത്തും. മറ്റൊരു സന്തോഷ വാർത്ത, പാലം തുറക്കുന്ന അന്നു തന്നെ പെരുമ്പളത്ത് KSRTC സർവീസ് ആരംഭിക്കും എന്ന പ്രഖ്യാപനത്തിന് നടപ്പിലാക്കൽ കൂടിയാണ്. 3 KSRTC ബസ്സാണ് അവിടെ നിൽക്കുന്നത്. ഈ 3 ബസ്സും ഈ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ പാലത്തിലൂടെ കടന്നു വരും. കൊമ്പനാമുറിയും അരുക്കുറ്റിയും മുതൽ ഇങ്ങോട്ട് ആയിരക്കണക്കിന് മനുഷ്യരാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ഈ ജനസഞ്ചയത്തോടൊപ്പം, ഈ ആവേശ കൊടുമുടിയോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംഘവും എത്തിച്ചേരുകയാണ്. ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ട്രാവൽ കാർഡുകൾ ലഭ്യമാണ്. ആ ട്രാവൽ കാർഡുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവർക്ക് പൈസയിൽ ഇളവ് അനുവദിക്കുന്നതാണ്. ആ ട്രാവൽ കാർഡും ഈ ബസ്സിൽ ഉണ്ടാവും. ഈ ട്രാവൽ കാർഡും ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവർ വാങ്ങി ഉപയോഗിക്കണമെന്നും, നമ്മുടെ സർവീസ് ഈ ഗ്രാമത്തിൽ നിലനിർത്തണമെങ്കിൽ KSRTC ബസ്സിൽ സുഗമമായി യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പും താല്പര്യവും നമ്മുടെ നാട്ടുകാർ കാണിക്കുക. അപ്പോഴാണ് ഈ KSRTC ബസ് സർവീസ് കൂടുതൽ ഫലപ്രദമായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയുന്നത്. പുതിയ ബസ് സർവീസുകൾ വരണം. ഇപ്പോൾ 3 ബസ് സർവീസുകളാണ് ഓപ്പറേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നതെങ്കിൽ വിവിധ പ്രദേശങ്ങളിലേക്ക്, എറണാകുളത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക്, എറണാകുളം കടന്നുകൊണ്ടും ചേർത്തല ആലപ്പുഴ കടന്നുകൊണ്ടും വൈക്കം കോട്ടയം കടന്നുകൊണ്ടും പുതിയ ബസ് സർവീസുകൾ ആരംഭിക്കണമെങ്കിൽ ആ ബസ് സർവീസ് ഫലപ്രദമായി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ട്രാവൽ കാർഡുകൾ വാങ്ങിച്ച് സഹായിക്കണം. KSRTCക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സർവീസ് മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയൂ. സ്വകാര്യ വാഹനങ്ങളാകുമ്പോൾ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കിലായിരിക്കും സർവീസിനെ കാണുന്നത്. KSRTC മാത്രമേ ഇത്തരം ഗ്രാമീണ മേഖലകളിലേക്ക് ബസ് സർവീസുകൾ നടത്തുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് KSRTC ബസ്സുകളെ കൂടുതലായിട്ട് ആശ്രയിക്കുവാനായിട്ട്, അതിനെ സംരക്ഷിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഈ ഗ്രാമത്തിന് ശാപമോക്ഷമേകിയ പാദസ്പർശം പോലെ ഇതാ കടന്നു വരികയാണ്. ഈ ഗ്രാമത്തിന് തങ്ങളുടെ യാത്രാശാപത്തിൽ നിന്നും മോചനമേകാൻ ഇതാ പാദസ്പർശവുമായി നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും കടന്നു വരികയാണ്. അവരെ ഒരു മനസ്സോടുകൂടി, ഒരു ഹൃദയത്തോടുകൂടി ഈ വേവുന്ന ചൂടിലും ആറി തണുപ്പിക്കാനാകുന്ന, കുളിരു നിറക്കുന്ന സമ്മാനവുമായിട്ടാണ് ഇവർ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് എന്നതുകൊണ്ട് ഈ ചൂടിനെ ഒരു ഉള്ളം തണുപ്പിക്കുന്ന സമ്മാനം ഏറ്റുവാങ്ങാനാണ് ഞങ്ങൾ ഈ ചൂട് സഹിക്കുന്നത് എന്ന ആത്മനിർവൃതിയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. ഇതാ വടുതലയിൽ എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വടുതലയിൽ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പാലം ഔദ്യോഗികമായി നാടമുറിച്ച് കടന്നു വരികയാണ്. പെരുമ്പളം ഗ്രാമത്തിന്റെ ചരിത്രമാണ്. പണ്ടെങ്ങോ അനേക ബോട്ടുകൾ
കൊല്ലത്തേക്കും ആലപ്പുഴയിലേക്കും എറണാകുളത്ത് നിന്ന് കായൽ മാർഗം അനേക ബോട്ടുകൾ, പാലങ്ങളും റോഡുകളും സാധ്യമാകുന്നതിന് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കായൽ പാതയിലൂടെ അനേക ബോട്ടുകൾ കടന്നുപോയിട്ടുണ്ട്. ഈ കരയിലിരുന്നു കൊണ്ട് ബോട്ടിനെ കൗതുകത്തോടെ മാത്രം കണ്ടിരുന്ന നമ്മുടെ മുൻ തലമുറകൾക്ക് ബോട്ട് പോലും ഒരു കൊതി ഉള്ള സ്വപ്നമായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബോട്ട് സർവീസ് ആരംഭിച്ചത് പോലും 70കളിലാണ്. 70കൾക്ക് മുമ്പ് ബോട്ടുകൾ ഈ കായൽ പരപ്പിലൂടെ പാഞ്ഞു പോകുമ്പോൾ അതിനെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് ഈ പോളപ്പായൽ തിങ്ങി നിറഞ്ഞ കായലിലൂടെ തണ്ടുവലിച്ചും തുഴഞ്ഞും നമ്മൾ മറുകര താണ്ടാൻ പാടുപെടുമ്പോൾ നമ്മളെ കൊതിപ്പിച്ചുകൊണ്ട് ഇതിലെ ബോട്ട് കടന്നുപോയിരുന്നു. 70കൾക്ക് ആരംഭത്തിലാണ് പെരുമ്പളത്തേക്ക് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് പനങ്ങാടേക്കും ചാത്തമ്മയിലേക്കും പറവൂരിലേക്കും വടുതലയിലേക്കും പാണാവള്ളിയിലേക്കും കൊല്ലൻകൂമ്പിലേക്കും മുറിഞ്ഞപുഴയിലേക്കും പൂത്തോട്ടയിലേക്കും ഒക്കെ നമ്മുടെ നാട്ടിലെ കടത്തുവള്ളക്കാരാണ് തുഴഞ്ഞ് നമ്മളെ മറുകര എത്തിച്ചിരുന്നത്. അങ്ങനെ ആ കനത്ത പ്രതിസന്ധികൾക്കിടയിലും പെരുമ്പളം ഗ്രാമം തല ഉയർത്തി നിന്നിട്ടുണ്ട്. പെരുമ്പളം ഗ്രാമം അഭ്യസ്ത വിദ്യരുടെ ഗ്രാമമായിരുന്നു. പെരുമ്പളം ഗ്രാമത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പും ഒരാൾ കോളേജ് വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് പെരുമ്പളം ഗ്രാമം സർക്കാർ ജീവനക്കാരുടെ ഗ്രാമമായി മാറിയിരിക്കുകയാണ്. എന്തെല്ലാം കുറവുകൾ യാത്രയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ കുറവുകളെ മറികടക്കുന്ന ഇച്ഛാശക്തിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയപ്പോഴും ഈ പായലിൽ, ഈ കാറ്റിൽ, ഈ കോളിൽ, ഈ കുഞ്ഞു തിരമാലകളിൽ നമ്മുടെ യാത്രകൾ തടസ്സപ്പെട്ടപ്പോൾ, നമ്മുടെ വിവാഹം തടസ്സപ്പെട്ടപ്പോൾ, നമ്മുടെ സ്വകാര്യ ജോലികൾ തടസ്സപ്പെട്ടപ്പോൾ, എന്തിന് പ്രണയങ്ങൾ പോലും തടസ്സപ്പെട്ടപ്പോൾ, അതിനെയൊക്കെ അതിജീവിക്കുന്ന കരുത്തുമായി ഇതാ കേരളത്തിന്റെ ജനകീയ സർക്കാർ നമുക്ക് പാലം സമ്മാനിച്ചിരിക്കുകയാണ്. ഈ അസുലഭ മുഹൂർത്തം ഇതാ നാടമുറിച്ച് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ പെരുമ്പളത്തേക്ക് പാദസ്പർശവുമായി വരികയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്, പി പ്രസാദ്, സജി ചെറിയാൻ, MLA തുടങ്ങിയ ജനപ്രതിനിധികൾ എല്ലാവരും, നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇതാ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇത് അസുലഭ മുഹൂർത്തമാണ്. നമ്മുടെ തലമുറകൾ സ്വപ്നം കണ്ട, നമ്മുടെ തലമുറകൾ ദുഃഖത്താലും കണ്ണീരാലും ശാപത്താലും കഴിഞ്ഞ തലമുറകളിൽ നിന്ന് മാറി പ്രതീക്ഷയിലേക്ക് എത്തിയ മനുഷ്യന്റെ പ്രതീക്ഷ സഫലമാകുന്ന ദിവസമാണ്. ഈ ദിവസം നമുക്ക് സ്വർഗീയ ദിവസമാണ്. ഈ ദിവസം നമുക്ക് അനുഗ്രഹീത ദിവസമാണ്. ഇതാ ഈ ശാപമോക്ഷവുമായി, പാദസ്പർശവുമായി ജനനായകർ കടന്നു വരികയാണ്. മറ്റേ ചരിത്രം പറയുന്നത് ഇതാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ഈ ഭൂമിയിലേക്ക് ആദ്യ സ്പർശം അറിയിച്ചിരിക്കുകയാണ്. ഇത് ആദ്യ സ്പർശമല്ല മുഖ്യമന്ത്രി വരുന്നത്, പക്ഷേ ശാപമോക്ഷത്തിന്റെ പാദസ്പർശം ഇതാ
പാദസ്പർശവുമായി മുഖ്യമന്ത്രി നാടമുറിച്ചു കഴിഞ്ഞു. പെരുമ്പളത്തിന്റെ അഭിമാന മുഹൂർത്തത്തെ വാനോളം ഉയർത്തിക്കൊണ്ട് 10,000 അടങ്ങുന്ന ജനസഞ്ചയത്തിന്റെ ആർപ്പുവിളികളും താളമേളങ്ങളുമായി ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലും ആലപ്പുഴയുടെ അഭിമാനമായ സജി ചെറിയാനും പി പ്രസാദുമടക്കമുള്ള മന്ത്രിമാർ ഇതാ ഈ പാലത്തിലൂടെ കടന്നു വരികയാണ്. ഈ നാടിന് ശാപമോക്ഷവുമായി കടന്നു വരികയാണ്. ഈ പാലം പൂർത്തിയായപ്പോൾ ഒരു കുഞ്ഞു പാദം നിഹാല് നമ്മുടെ ഈ പാലത്തിലൂടെ കടന്നു വന്നു. ആ പാലം ഔദ്യോഗികമായി ഇത്തരം കുഞ്ഞു മനുഷ്യർ, വലിയ മനുഷ്യർ, ഈ കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ, ഈ കേരളത്തിന്റെ അഭിമാനമായ, അസാധ്യമെന്ന് നമ്മൾ കരുതിയ പെരുമ്പളം പാലത്തെ എത്രയോ പേർ അസാധ്യമെന്ന് എഴുതി തള്ളിയ നമ്മുടെ സ്വപ്നത്തെ സാധ്യമാക്കാൻ, അസാധ്യമായതെന്തും സാധ്യമാക്കുന്ന കേരളത്തിന്റെ കരുത്ത്, കേരളത്തിന്റെ വികസന നായകൻ, ബഹുമാന്യനായ ആരാധ്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ ഇതാ കടന്നു വരികയാണ്. ഈ ഭൂമിയുടെ പുണ്യമായി, ഈ ഭൂമിയുടെ അനുഗ്രഹമായി ഈ പാലം വരുമ്പോൾ ഈ അനുഗ്രഹ പുണ്യം നമുക്ക് നൽകിയ ജനകീയ സർക്കാരിന്റെ വികസന നായകൻ പിണറായി വിജയൻ ഇതാ കടന്നു വരികയാണ്. ഇതാ ഈ നാടിന്റെ മോചനത്തിന്റെ യാത്രാ ദുരിതങ്ങളിൽ നിന്ന്, കണ്ണീർ കയങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇതാ കുടഞ്ഞെറിയുന്ന ദിവസമാണിന്ന്. ഈ ദിവസം ഞങ്ങൾക്ക് സ്വർഗീയമാണ്. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹീതമാണ്. ഈ ദിവസം ഞങ്ങളുടെ സങ്കടങ്ങളെ, ഞങ്ങളുടെ കണ്ണീരുകളെ കുടഞ്ഞെറിയുന്ന ദിവസമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ്. ഈ വരവേൽപ്പ് ഒരുപാട് ഹൃദയങ്ങളുടെ, ഒരുപാട് ആത്മാക്കളുടെ, ഒരുപാട് മനുഷ്യന്റെ പോരാട്ട വീര്യത്തിന്റെ, ഒരുപാട് മനുഷ്യരുടെ സമരാവശ്യങ്ങളുടെ ഒരു ജനകീയ സർക്കാരിന്റെ നല്ല ചെവി, നല്ല കണ്ണ്, നല്ല കാത്, നല്ല പ്രവൃത്തി, അതാണ് ഇന്നത്തെ ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിലൂടെ സംഭവിക്കുന്നത്. ഇതാണ് ജനകീയ സർക്കാർ, ഇതാണ് ജനായത്ത വികസനം, ഇതാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനം എന്ന പ്രഖ്യാപനമാണ് ഇന്ന് ഈ മണ്ണിൽ നടക്കുന്നത്. ഇതാ ബഹുമാന്യനായ ആരാധ്യനായ നവകേരളത്തിന്റെ വികസന നായകൻ പിണറായി വിജയൻ അവർകൾ കടന്നു വരികയാണ്. മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ, സജി ചെറിയാൻ, പി പ്രസാദ്, ദലീമ MLA, മുൻ MP ആരിഫ്, ബഹുമാനപ്പെട്ട ആലപ്പുഴ MP KC വേണുഗോപാൽ തുടങ്ങിയ ജനനേതാക്കൾ ഇതാ കടന്നു വരികയാണ്. ഇതാ പെരുമ്പളത്തിന്റെ അഭിമാനം, പെരുമ്പളത്തിന്റെ അന്തസ്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ശിരസുയർത്തി, തല ഉയർത്തി അഭിമാനത്തോടുകൂടി നമ്മൾ നിൽക്കുന്ന ദിവസമാണിന്ന്. ഇന്ന് നമ്മുടെ അഭിമാന ദിവസമാണ്. ആ അഭിമാന ദിവസത്തിന്റെ താളമേളങ്ങളാണ്, തപ്പ് തുടികളാണ് ഈ കേൾക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ താളം അതിന്റെ ആവേശത്തിന്റെ അലയിൽ ഉയരെ 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 എത്തുമ്പോൾ ഇതാ കടന്നു വരുന്നു അഭിമാന കേരളത്തിന്റെ, നവകേരളത്തിന്റെ ശില്പി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ കരുത്തുറ്റ നിരയിൽ ഉള്ളവരും ഇതാ കടന്നു വരികയാണ്. ഈ മണ്ണിന് അനുഗ്രഹ വർഷവുമായി ഇതാ കടന്നു വരികയാണ് കേരളത്തിന്റെ ജനകീയ വികസനത്തിന്റെ, നവകേരള വികസനത്തിന്റെ നായകൻ ഇതാ കടന്നു വരികയാണ്. യാത്രാ ദുരിതത്താൽ അകപ്പെട്ടുപോയ, ദുഃഖിച്ചുപോയ ഒരു നാടിന് ശാപമോക്ഷവുമായി, പാദസ്പർശവുമായി ഇതാ നവകേരളത്തിന്റെ വികസന നായകൻ ബഹുമാനപ്പെട്ട ആരാധ്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ കടന്നു വരുന്നു. ഒരു ഗ്രാമം അതിൻ്റെ സ്വപ്നങ്ങളെ കൈപ്പിടിയിലാക്കിയ ഒരു ദിവസമാണിന്ന്.
ഈ പാലം കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, ജനങ്ങൾക്ക് ജീവനാശ്രയ ഈ വെമ്പനാടിന്റെ ജലായങ്ങൾ